നമസ്കാരം. നമുക്കിന്ന് ഗിറ്റ്ഹബ് എന്നീ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാം. ടെക്നോളജിയിലേക്ക് വരുന്നവർക്ക് ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ. ഒരു വീഡിയോ സ്ക്രിപ്റ്റ് കിട്ടിയിട്ടുണ്ട് ഇത് സംബന്ധിച്ച്. അപ്പോൾ അതിലെ പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ആഴത്തിൽ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ എന്താണ് ഈ ഗിറ്റ്? ഇതൊരു വേർഷൻ കൺട്രോൾ സിസ്റ്റം ആണെന്നാണ് പറയുന്നത്. വേർഷൻ കൺട്രോൾ സിസ്റ്റം. അതെ. അതായത് നമ്മളിപ്പോൾ ഒരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ അതിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടേയിരിക്കും. ഈ മാറ്റങ്ങളൊക്കെ ഓർത്തു വയ്ക്കാനും വേണമെങ്കിൽ പഴയതിലേക്ക് പോകാനുമൊക്കെ സഹായിക്കുന്ന ഒരു സംവിധാനം അല്ലേ? തീർച്ചയായും. അതായത് നമ്മളൊരു പുസ്തകം എഴുതുവാണെന്ന് വെക്കാം. ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും അല്ലെങ്കിൽ ഓരോ പ്രധാന മാറ്റം വരുത്തുമ്പോഴും അതൊന്ന് സേവ് ചെയ്ത് വെക്കുന്നത് പോലെ. ഗിറ്റ് ചെയ്യുന്നത് ഈ മാറ്റങ്ങളുടെ ഒരു സ്നാപ്ഷോട്ട്, ഒരു കമ്മിറ്റായിട്ട് സൂക്ഷിക്കുകയാണ്. ഒരു ടൈം മെഷീൻ പോലെ എന്നൊക്കെ പറയാമല്ലേ? പഴയ വെർഷനിലേക്ക് തിരിച്ചു പോകാം. അതെ. ആ ടൈം മെഷീൻ എന്ന ആശയം വളരെ കറക്റ്റാണ്. അല്ലെങ്കിൽ നമ്മൾ ഈ ഫയലിന് വെർഷൻ 1, വെർഷൻ 2, ഫൈനൽ എന്നൊക്കെ പേരിട്ട് ആകെ കൺഫ്യൂഷൻ ആവില്ലേ? അപ്പോൾ ഈ മാറ്റങ്ങൾ ട്രാക്ക് ചെയ്യുന്നത് വളരെ പ്രധാനമാണ്. കാരണം നമ്മൾ ചെയ്ത വർക്ക് നഷ്ടപ്പെടാതിരിക്കണം, പിന്നെ പ്രോജക്റ്റ് എങ്ങനെയാണ് വളർന്നതെന്ന് അറിയണം. ഗിറ്റ് ആ പ്രശ്നമാണ് പരിഹരിക്കുന്നത്. ശരിയാണ്. അപ്പോൾ ഓരോ മാറ്റവും ഒരു കമ്മിറ്റായി സേവ് ചെയ്യും. എന്നിട്ട് നമുക്ക് പഴയ വെർഷനിലേക്ക് പോകാനും താരതമ്യം ചെയ്യാനും ചിലപ്പോൾ ഒരു മാറ്റം വേണ്ടെന്ന് വെക്കാനും ഒക്കെ പറ്റും. അതെ. ഗൂഗിൾ, ഫേസ്ബുക്ക് പോലത്തെ വലിയ കമ്പനികൾ തൊട്ട് സാധാരണ ഇൻഡിവിജ്വൽ ഡെവലപ്പർമാർ വരെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ. കാരണം ഓരോ ഘട്ടവും കൃത്യമായി രേഖപ്പെടുത്തുന്നതുകൊണ്ട് പിന്നീട് എവിടെയെങ്കിലും ഒരു പ്രശ്നം വന്നാൽ, ഒരു ബഗ് വന്നാൽ, അത് എവിടെയാണ് തുടങ്ങിയതെന്ന് കണ്ടുപിടിക്കാൻ ഈ ഹിസ്റ്ററി നോക്കിയാൽ മതി. ഡീബഗിംഗ് ഒക്കെ എളുപ്പമാവും. കൊള്ളാം. അപ്പോൾ ഗിറ്റ് നമ്മുടെ കമ്പ്യൂട്ടറിൽ നമ്മുടെ പ്രോജക്റ്റിന്റെ കാര്യങ്ങൾ ഭദ്രമായി നോക്കും. പക്ഷേ നമ്മളൊരു ടീമായിട്ടാണ് വർക്ക് ചെയ്യുന്നതെങ്കിലോ? അല്ലെങ്കിൽ ഈ ചെയ്ത വർക്ക് മറ്റുള്ളവരെ ഒന്ന് കാണിക്കണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഈ പ്രോജക്റ്റ് ഓൺലൈനിൽ എവിടെയെങ്കിലും വെക്കണ്ടേ? അവിടെയാണോ ഗിറ്റ്ഹബ് വരുന്നത്? എക്സാക്ട്ലി. അവിടെയാണ് ഗിറ്റ്ഹബ് പോലുള്ള സർവീസുകളുടെ ആവശ്യം വരുന്നത്. ഗിറ്റ് ഉപയോഗിച്ച് നമ്മൾ മാനേജ് ചെയ്യുന്ന പ്രോജക്റ്റുകളില്ലേ, അത് ഓൺലൈനായിട്ട് ഹോസ്റ്റ് ചെയ്യാൻ ഒരു വെബ്സൈറ്റ്, അതാണ് ഗിറ്റ്ഹബ്. കോഡുകൾക്കൊരു ഗൂഗിൾ ഡ്രൈവ് പോലെയെന്ന് പറയാം അല്ലേ, സ്റ്റോർ ചെയ്യാൻ? ഒരു പരിധിവരെ പറയാം. പക്ഷെ ഗൂഗിൾ ഡ്രൈവിനേക്കാൾ കുറച്ചുകൂടി ഫീച്ചേഴ്സ് ഉണ്ട്. പ്രോജക്റ്റുകൾ സേവ് ചെയ്യാം, പിന്നെ മറ്റുള്ളവരുമായി ചേർന്ന് വർക്ക് ചെയ്യാം. അതാണ് കൊലാബറേഷൻ. കൊലാബറേഷൻ, അത് പ്രധാനപ്പെട്ടതാണ്. അതെ. കോഡ് പബ്ലിക്കായിട്ടോ പ്രൈവറ്റായിട്ടോ ഷെയർ ചെയ്യാം, ബഗ്ഗുകൾ ട്രാക്ക് ചെയ്യാം, പിന്നെ ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കാം. പക്ഷെ ഓർക്കണം, ഗിറ്റ്ഹബ് വർക്ക് ചെയ്യുന്നത് ഗിറ്റ് എന്ന ടൂൾ ഉപയോഗിച്ചാണ്. ഗിറ്റ് ഇല്ലാതെ ഗിറ്റ്ഹബ് ഇല്ല. ഓക്കെ. അപ്പോൾ ഗിറ്റ്ഹബിന്റെ പ്രാധാന്യം എന്താണ്? ഈ ഓൺലൈൻ ഹോസ്റ്റിംഗും സഹകരണവും ഒക്കെ എന്തിനാണ്? ഒന്ന്, നമ്മുടെ കോഡിന് ഒരു ഓൺലൈൻ ബാക്കപ്പ് കിട്ടും. ലാപ്ടോപ്പ് പോയാലും കോഡ് സേഫ്. 2, കൊലാബറേഷൻ. ലോകത്തിന്റെ ഏത് ഭാഗത്തിരുന്നും ഒരേ പ്രോജക്റ്റിൽ പലർക്കും ഒരുമിച്ച് വർക്ക് ചെയ്യാം. അത് കൊള്ളാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. ഒരു പോർട്ട്ഫോളിയോ പോലെ. ജോലി കിട്ടാനൊക്കെ സഹായിക്കും അല്ലേ? തീർച്ചയായും. പല കമ്പനികളും ഇപ്പോൾ റെസ്യൂമയ്ക്കൊപ്പം ഗിറ്റ്ഹബ് പ്രൊഫൈൽ നോക്കാറുണ്ട്. ഓപ്പൺ സോഴ്സ് പ്രോജക്റ്റുകളിലൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാനും ഇത് നല്ലതാണ്. അപ്പോൾ രണ്ടും തമ്മിലുള്ള ബന്ധം ഒന്നുകൂടി വ്യക്തമാക്കാമോ? ഗിറ്റ് നമ്മുടെ കമ്പ്യൂട്ടറിൽ, ഗിറ്റ്ഹബ് ഓൺലൈനിൽ. അതെ. ഗിറ്റ് നിങ്ങളുടെ ലോക്കൽ മെഷീനിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്, മാറ്റങ്ങൾ ട്രാക്ക് ചെയ്യാൻ. ഗിറ്റ്ഹബ് എന്ന് പറയുന്നത് ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു ക്ലൗഡ് സർവീസാണ്. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിൽ ഗിറ്റ് ഉപയോഗിച്ച് മാറ്റങ്ങൾ വരുത്തി കമ്മിറ്റ് ചെയ്തു, എന്നിട്ടത് ഗിറ്റ്ഹബിലേക്ക് പുഷ് ചെയ്താൽ അത് ഓൺലൈനിൽ സേവ് ആകും, മറ്റുള്ളവർക്ക് കാണാം, അല്ലെങ്കിൽ ടീം അംഗങ്ങൾക്ക് എടുക്കാം. അങ്ങനെയല്ലേ? അതെ, കറക്റ്റ്. പുഷ് പുൾ എന്നൊക്കെ പറയും. ലോക്കലിൽ നിന്ന് ക്ലൗഡിലേക്കും ക്ലൗഡിൽ നിന്ന് ലോക്കലിലേക്കും മാറ്റങ്ങൾ കൈമാറാൻ. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ വർക്ക് ഓർഗനൈസ് ചെയ്യാൻ ഗിറ്റും അത് സേഫായി സൂക്ഷിക്കാനും ഷെയർ ചെയ്യാനും കൊളാബറേറ്റ് ചെയ്യാനും ഗിറ്റ്ഹബും സഹായിക്കുന്നു. ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് ഡെവലപ്മെന്റ് പ്രോസസ്സ് നല്ല സ്മൂത്ത് ആകുന്നത്. കൊള്ളാം. അപ്പോൾ ഗിറ്റും ഗിറ്റ്ഹബും തമ്മിലുള്ള വ്യത്യാസം, അതെങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ ഒരു ധാരണ കിട്ടിക്കാണുമെന്ന് കരുതുന്നു. ഗിറ്റ് എന്ന ടൂളും ഗിറ്റ്ഹബ് എന്ന പ്ലാറ്റ്ഫോമും. ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടും പഠിച്ചിരിക്കുന്നത് വളരെ നല്ലതാണ്. പ്രോജക്റ്റുകൾ മാനേജ് ചെയ്യാനും ടീമായി വർക്ക് ചെയ്യാനും നിങ്ങളുടെ സ്കിൽസ് കാണിക്കാനുമൊക്കെ. തീർച്ചയായും. അപ്പോൾ നമ്മളിത് നിർത്തുമ്പോൾ
ഒരു ചിന്ത കൂടി പങ്കുവയ്ക്കാം. ഈ കോഡിംഗ് പ്രോജക്റ്റുകൾക്ക് മാത്രമല്ല, നമ്മൾ സാധാരണ ചെയ്യുന്ന മറ്റു കാര്യങ്ങൾ, ചിലപ്പോൾ ഒരു ഡോക്യുമെന്റ് എഴുതുന്നത് അല്ലെങ്കിൽ ഡിസൈനുകൾ, അതുപോലുള്ള പേഴ്സണൽ പ്രോജക്റ്റുകളിലെ മാറ്റങ്ങൾ ട്രാക്ക് ചെയ്യാനും ചിലപ്പോൾ മറ്റുള്ളവരുമായി അതിൽ സഹകരിക്കാനുമൊക്കെ ഈ ഗിറ്റിലെയും ഗിറ്റ്ഹബിലെയും ആശയങ്ങൾ, അതായത് വേർഷൻ കൺട്രോൾ, കൊളാബറേഷൻ എങ്ങനെ ഉപയോഗിക്കാമെന്ന് എപ്പോഴെങ്കിലും ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ? അത് രസകരമായൊരു ചിന്തയാണ്. ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സംസാരിക്കാം, കാണാം.